ദേവരുദ്രം. രചന KP. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും കേൾക്കുന്ന ശിവാഷ്ടക സ്തുതി കേട്ടാണ് അവൾ മിഴികൾ തുറന്നത്. ബെഡിന്റെ അടുത്തുള്ള ടൈം പീസിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞു. സമയം 5:45. മഞ്ഞിന്റെ തണുപ്പും ഫുൾ സ്പീഡിൽ കറങ്ങുന്ന ഫാനും അവളെ പിന്നെയും പിടിച്ച് കിടത്തി. ആകെ കൂടി കിട്ടുന്ന ഒരു ഒഴിവ് സമയമാണ്. ഒന്നുകൂടി വിസ്തരിച്ചുറങ്ങിയേക്കാം. അവൾ അതും മനസ്സിൽ കരുതി പുതപ്പ് ഒന്നുകൂടി തലവഴി മൂടി തലയിണയും കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ തുടങ്ങി. ദേവാ, തന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ആ കൈകരുത്തിലും കഴുത്തിൽ പതിക്കുന്ന ആ ശ്വാസത്തിന്റെ ചൂടിലും അവൾക്കൊന്ന് മൂളാനേ സാധിച്ചുള്ളൂ. കഴുത്തിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന മാലയിലെ തൃശൂലത്തിന്റെ ലോക്കറ്റും സ്വർണം കെട്ടിയ രുദ്രാക്ഷവും അവന്റെ വിരിഞ്ഞ നെഞ്ചിന് അഴകിയേകി. അവന്റെ മുഖത്തേക്കൊന്ന് ഓട്ടം പായവേ. അമ്മേ, എന്ത് കുമ്മേ, കെട്ടിക്കാൻ പ്രായമായി അവൾക്ക്, എന്നിട്ട് പോത്തുപോലെ കിടന്നുറങ്ങുക. നടുമ്പുറത്ത് കിട്ടിയ അടിയാണ് അവളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന് ദാ നിൽക്കുന്ന രാജമാത കയ്യിൽ ചട്ടുകവുമായി. എന്നാലും അമ്മക്ക് കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ പോരായിരുന്നോ? ഞാൻ കണ്ടില്ല. എന്ത് കണ്ടില്ലെന്ന്? അത് പിന്നെ അതൊക്കെ പോട്ടെ. അമ്മ എന്തിനാ കൊച്ചു ഉൾപ്പങ്ങൾ തന്നെ വിളിച്ച് എണീപ്പിച്ച്? ദേ പെണ്ണെ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതാണോ പിറന്നാളായിട്ട് അമ്പലത്തിൽ പോകണമെന്ന്? അതെങ്ങനെയാ? പറഞ്ഞ അനുസരണ വേണം. വലിയ സീയക്കാരിയ ടീച്ചറാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിലേ പോയി കുളിച്ച് അമ്പലത്തിൽ പോകാൻ നോക്ക്. ഇന്ന് വേണോ? ഇന്ന് നാളെ വെച്ചിട്ടുള്ള പിറന്നാളല്ലേ, നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിന്റെ ഒന്ന് പോവാം. രാജമാത ചട്ടുക ഒന്നുകൂടി ഉയർത്തിയതും ഓ വേണ്ട, ഞാൻ നന്നായി, ഇന്ന് തന്നെ പോയേക്കാം, ഇപ്പൊ പോയേക്കാം, ഒരു 5 മിനിറ്റ്. ഇത് ചിറക്കൽ തറവാട്. അവിടുത്തെ ഏകമകൻ ചന്ദ്രൻ നായരുടെയും ഭാര്യ സരസ്വതിയുടെ ഏകപുത്രിയാണ് ദേവഭദ്ര എന്ന എല്ലാവരുടെയും ഭദ്ര. ചന്ദ്രൻ നായർ ഒരു ടാക്സി ഡ്രൈവറാണ്. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ചന്ദ്രേട്ടൻ. സരസ്വതി ഒരു വീട്ടമ്മയും. ഭദ്ര ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അവളുടെ ഉറ്റച്ചങ്ങാതിയായ മാളവികയും ചേർന്ന് ഒരു കൺസൾട്ടൻസി നടത്തുന്നു. കൂടാതെ പ്രോയിഡ്ജ് അക്കാദമി ഓഫ് കൊമേഴ്സ് എന്ന സ്ഥാപനത്തിൽ ഭദ്ര അക്കൗണ്ടിംഗ് ഫാക്കൽറ്റിയായും മാളു എക്കണോമിക്സ് ഫാക്കൽറ്റിയായും കഴിഞ്ഞ 1 വർഷമായിട്ട് ജോലി ചെയ്യുന്നുമുണ്ട്. എറണാകുളത്തെ ഒരു അപ്പാർട്ട്മെന്റിലാണ് രണ്ടുപേരുടെയും താമസം. ഭദ്രയ്ക്ക് ജീവിതത്തിൽ അവളുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. തെറ്റ് കണ്ടാൽ എതിർക്കുന്ന, മുഖം നോക്കാതെ തീരുമാനമെടുക്കുന്നവൾ. ആർക്കു വേണ്ടിയും താഴ്ന്നൊടുക്കാനോ അതിവിനെയും കാണിച്ച് ആരുടെ പ്രീതിയും പിടിച്ചുപറ്റാനോ അവൾ നോക്കാറില്ല. കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട ഭദ്രമിസ്. അവൾ കുളിച്ച് റെഡിയായി. ഒരു മറൂൺ ഫെദർ ലൈറ്റ് സാരി ഉടുത്ത് കണ്ണിരണ്ടും കറുപ്പിച്ചെഴുതി നെറ്റിയിൽ ഒരു പൊട്ടും കുത്തി ഇടുപ്പോളം വരുന്ന മുടി കുളിപ്പിൻ കെട്ടിയിട്ടു. ഈ ഒരുക്കവും കണ്ടുകൊണ്ടാണ് സരസ്വതി അങ്ങോട്ടേക്ക് വന്നത്. എന്റെ പൊന്നു കുഞ്ഞെ, നിനക്ക് എങ്ങനെയെങ്കിലും ഒരാൾ പെണ്ണാണാ വരുമ്പോൾ ഒരുങ്ങിക്കൂടെ? അതെങ്ങനെയാ? അപ്പൊ ഒരു പൊട്ടുപോലും കുത്താതെ അനാഥപ്രയത്തെ പോലെ നിന്നോളൂ. അതെന്ത് വർത്താനാ സരസ്വേ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം മാത്രം കണ്ട് കല്യാണം കഴിക്കുന്നവൻ ശരിക്കും ഒരാണാണ്. മനസ്സുകൊണ്ട് സ്നേഹിച്ചാൽ അത് ഇന്നും നിലനിൽക്കും. എന്തായാലും പൂരത്തിന് എഴുന്നള്ളിക്കാൻ പാകത്തിന് ഒരുത്തിൻ്റെ മുന്നിൽ ഞാൻ അടിഞ്ഞൊരുങ്ങി നിൽക്കാൻ പോകുന്നില്ല. അല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മതി. വേറെ എന്തെങ്കിലും പറയാണ്ടി പറയേണ്ട സരസു. ഐലൈനർ കൊണ്ട് നീട്ടി കണ്ണിനൊരു വാലും കൂടിയിട്ട് അവൾ പറഞ്ഞു. തർക്കശാസ്ത്രത്തിൽ PH എടുത്തത് നിന്നോട് ഞാൻ എന്ത് പറഞ്ഞു നേടാനാ? പോയി തൊഴുതുവാ. പിന്നെ വേഗം വരാൻ നോക്കണേ. ഒരു 11 മണിയാകുമ്പോഴേക്കും നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നാ പറഞ്ഞ്. ഇഷ്ടദേവനായ മഹാദേവന് മുമ്പിൽ കൈകൂപ്പി കണ്ണുകളടച്ചവൾ മനസ്സ് തുറന്നു. എൻ്റെ മഹാദേവ, എൻ്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും നീ കണ്ടിട്ടുണ്ട്. പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ എനിക്ക് തുണയായിട്ട് നീയേ ഉണ്ടായിട്ടുള്ളൂ. CA എന്ന വലിയൊരു കടമ്പടക്കാൻ നീ എന്നെ സഹായിച്ചു. ഇപ്പോഴിതാ അതിലും വലുതൊന്നാണ് എൻ്റെ മുമ്പിൽ, കല്യാണം. ഇതുവരെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അത് നീക്കി വെച്ചു. എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ ഒത്തിരുന്ന ഒരാളായിരിക്കണം മഹാദേവ നീ എനിക്കായി കരുതിയിരിക്കുന്നു. കല്യാണം നടന്നില്ലെങ്കിലും വേണ്ടില്ല. ഇഷ്ടമില്ലാത്തൊരു ബന്ധം എനിക്ക് വേണ്ട. നിനക്കറിയാലോ, കല്യാണം നടത്താൻ അച്ഛൻ 15 സെന്റ് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. എത്ര എതിർത്തിനും കേൾക്കുന്നില്ല. ഒരേ ഒരു മകളുടെ വിവാഹം കെങ്കേമാക്കണം പോലും. സ്ഥലം നോക്കാൻ വരുന്നവരിൽ അച്ഛനും അമ്മയും അറിയാതെ ഒഴിവാക്കി വിടുന്ന പാട് എനിക്കറിയും. എന്തേലും വഴി കാണിച്ചു തരണേ ദേവാ. ചിറക്കൽ വീട്ടിലേക്ക് തിരിയുന്ന റോഡിന് മുമ്പിലായി ഒരു ബ്ലാക്ക് മേഴ്സിഡസ് ഇരമ്പലോടെ നിന്നു. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു വൈറ്റ് കുർത്തിയും കറുത്ത മുണ്ടും ധരിച്ച ഒരുവൻ പുറത്തേക്ക് ഇറങ്ങി. 6 അടി പൊക്കം, കറുത്ത ഇടതൂർന്ന മുടി, തീക്ഷ്ണതയേറിയ കണ്ണുകൾ, കട്ടത്താടിയും മീശയും, ദൃഢമായ വെൽ മെയിൻറ്റെയിൻ ബോഡി. മൊത്തത്തിൽ ആരു കണ്ടാലും നോക്കിപ്പോകുന്ന ഒരുവൻ. അവന്റെ കണ്ണുകൾ അടുത്ത് കാണുന്ന പറമ്പിലെ ഒരു ജാതിമത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന ബാനറിലാണ്. 15 സെന്റ് വിൽപ്പനയ്ക്ക്. മുന്നിൽ വിശാലമായ ജാതിയും അടക്കാമരവുമുള്ള ഒരു തോട്ടമാണ്. അതിന് നടുക്ക് ഓടിട്ട ഒരു വീടും. കൃഷിയിലും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലും കമ്പമുള്ളവന് ഇതിലും ഹരം പിടിപ്പിക്കുന്ന കാഴ്ച വേറെയുണ്ടോ? കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരുവൻ ഇറങ്ങി വന്നു. എടാ കണ്ണ, നീ എന്താ ഇവിടെ വണ്ടി നിർത്തിയത്? പെണ്ണിന്റെ വീട്ടിലേക്ക് ഇനി 8 കിലോമീറ്റർ ഉണ്ടല്ലോ, കാർ എടുക്കടാ. വലിയച്ഛനും വലിയമ്മയും പ്രത്യേകം പറഞ്ഞതാ ഇന്ന് ഈ പെൺകുട്ടിയെ കാണണമെന്ന്. എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു അനക്കവുമില്ലാതെ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവനെ കാണേ സഞ്ജയ് എന്ന സഞ്ജുവിന് വിറഞ്ഞു കയറി. എടാ വെടക്കേ, നിന്നോട് ഞാൻ ഈ പറയുന്നത്. അടങ്ങടാ, കേട്ടു. നോക്കടാ, എന്ത് മനോഹരമായ സ്ഥലം. പെണ്ണ് കണ്ടിട്ടില്ലേലും ഈ സ്ഥലത്തിന് വാക്കുറപ്പിച്ചിട്ട് ഈ രുദ്രദേവ് എങ്ങോട്ടേക്കുള്ളൂ. ഇവനെ കൊണ്ട് അതിനെന്തിനാണ് നീ പെണ്ണാണെങ്കിൽ വേണ്ടെന്ന് നോക്കുന്നത്?
ഇന്ന് വരെ ഒരു പെണ്ണിനെങ്കിലും നീ കാണാൻ പോയിട്ടുണ്ടോ? അപ്പോഴല്ലേ ഇവിടുന്ന് കല്യാണം കഴിക്കാന്ന് സമ്മതം മൂളിയത്. അതും ആ പാവം വല്യമ്മ എത്ര പറഞ്ഞിട്ടാ? അത് കേൾക്കിയ രുദ്രൻ ചുണ്ടുകൂട്ടി. ഇത് രുദ്രദേവ്, കൗസ്തുഭത്തിലെ രാഘവൻ നായരുടെയും രുക്മിണിയുടെയും ഇളയപുത്രൻ. ദക്ഷിണേന്ത്യയിൽ പലയിടങ്ങളിലായി പടർന്നു കിടക്കുന്ന KR ഗ്രൂപ്പിന്റെ ചെയർമാനാണ് രാഘവൻ നായർ. ഇപ്പോൾ ഇന്ത്യയൊട്ടാകെയും ഇന്ത്യക്ക് പുറമേയും KR ഗ്രൂപ്പിനെ വളർത്തിയതിന് പിന്നിൽ രുദ്രന്റെ കഠിനാധ്വാനവും കഴിവും തന്നെയാണ്. രുദ്രദേവ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയാണ്. മൂത്തയാൾ സത്യദേവ് കാർഡിയോളജിസ്റ്റ് ആണ്. ഭാര്യ ആരാധ്യ, ആളൊരു പീഡിയാട്രിക് ഡോക്ടറാണ്. അവർക്കൊരു മകൻ ആദിത്യൻ എന്ന അപ്പു. അവർ കുറച്ചു കാലങ്ങളായി അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. രുദ്രന്റെ കൂടെയുള്ളവൻ രാഘവന്റെ അനിയൻ മോഹന്റെയും ലക്ഷ്മിയുടെ ഒരേ ഒരു പുത്രൻ സഞ്ജയ്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോടാ. മുന്നിലെ വിശാലമായ തോട്ടത്തിലേക്ക് സസൂക്ഷ്മം നോക്കിക്കൊണ്ട് രുദ്രൻ സഞ്ജുവിനോടായി പറഞ്ഞു തീർന്നു. പുറകിൽ നിന്നൊരു വിളി കേട്ടു. എക്സ്ക്യൂസ് മീ. ഇരുവരും തിരിഞ്ഞു നോക്കി. രുദ്രൻ നോക്കി കാണുകയായിരുന്നു മുന്നിൽ നിൽക്കുന്നവളെ. ഗോതമ്പിന്റെ നിറം, ആവശ്യത്തിന് പൊക്കവും വണ്ണവും. അവളുടെ കണ്ണിൽ നിന്നും നോട്ടം മാറ്റാൻ സാധിക്കാത്ത പോലെ. ആരാണിവൾ? ഒരു നിമിഷത്തേക്കെങ്കിലും തന്റെ ശ്വാസം വിലക്കാൻ മുന്നിൽ നിൽക്കുന്നവൾക്ക് സാധിച്ചുവോ? അവനും മുന്നിൽ നിൽക്കുന്നവരെ നോക്കി. ആരോഗ്യവാന്മാരായ 2 ചെറുപ്പക്കാർ. രുദ്രന്റെ കഴുത്തിൽ കിടക്കുന്ന ലോക്കറ്റിലേക്കായിരുന്നു ഭദ്രയുടെ നോട്ടം ആദ്യം എത്തിയത്. രാവിലെ കണ്ട സ്വപ്നം അവളെ ഒന്ന് പരവേശപ്പെടുത്തി. സഞ്ജുയുടെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ ഇടയ്ക്ക് ഇതെന്താ ആദ്യമായിട്ട് പെണ്ണുങ്ങളെ കാണുമ്പോൾ നോക്കുന്നത്? ഇന്ന് വരെ ഇവൻ ഇതുപോലെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭദ്രക്കാണെങ്കിൽ രുദ്രന്റെ ചൂഴ്ന്നുള്ള നോട്ടം കണ്ടിട്ട് കലിയടങ്ങുന്നില്ല. ഡോ, എന്താ ഇവിടെ? രുദ്രന്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കമില്ലാത്ത കണ്ട് സഞ്ജു ചോദിച്ചു. കുട്ടി ഈ വീട്ടിലെയാണോ? ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥലം വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓഹോ, ഞാൻ ഉദ്ദേശിച്ചു തന്നെ. ഭദ്ര മനസ്സിലോർത്തു. ഈ സ്ഥലം വിൽക്കുന്നില്ല, ചേട്ടന്മാർ സ്ഥലം കാലിയാക്കട്ടെ. അതെന്ത് പറച്ചില്ല മോളെ? ഇത്തവണ രുദ്രനാണ്. ആരോടെ തന്റെ മോള്? എനിക്കൊരു പേരുണ്ട്, ദേവഭദ്ര. പിന്നെ ഈ സ്ഥലം എന്തായാലും ഞങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിച്ചില്ല. പോയാട്ടെ. ഈ ബാനറിൽ സ്ഥലം വിൽപ്പനയ്ക്ക് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. പിന്നെന്താ ഞങ്ങൾക്ക് വിൽക്കാൻ പ്രശ്നം? എങ്കിലാന്ന് അറിഞ്ഞിട്ട് ബാക്കി കാര്യമുള്ളൂ. അതും പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി ഭദ്രയുടെ വീട്ടിലേക്കുള്ള മൺപാതയിലേക്ക് രുദ്രൻ കടക്കാനൊരുങ്ങിയതും. എന്റെ മണ്ണിൽ എന്റെ അനുവാദമില്ലാതെ കാലുകുത്തി പോരുത്. ഇത് എന്റെ മണ്ണാ, തീരുമാനം എടുക്കേണ്ട ഞാനും. നിങ്ങൾ ആരായാലും എന്താണെങ്കിലും അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഈ സ്ഥലം എന്തായാലും നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതാണ് ഇതിനുമേലുള്ള അവസാന വാക്ക്. പറയുന്നത് ദേവഭദ്രയാ. ഭദ്രയുടെ ഉറപ്പോടെയുള്ള ശബ്ദം മുഴങ്ങി കേട്ടു. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്തു പോയി രുദ്രദേവ്. ഇവളുടെ വാക്കുകൾ അനുസരിക്കാൻ തോന്നുന്നു. ഇന്നുവരെ അമ്മയില്ലാത്ത മറ്റൊരു പെണ്ണിന്റെ ആജ്ഞ താൻ അനുസരിച്ചിട്ടില്ലെന്ന് രുദ്രൻ അമ്പരപ്പോട് ഓർത്തു. തനിക്ക് എന്താണ് പറ്റുന്നത്? ഇവൾ എന്ത് മായമാണ് തന്നിൽ കാണിക്കുന്നത്? തിരിഞ്ഞു നോക്കിയ രുദ്രൻ കാണുന്നത് തന്നെ ഇപ്പോൾ അരച്ചിറക്കി കൊടുത്താൽ ഒറ്റ വലിക്ക് കുടിക്കുമെന്ന മട്ടിൽ നിൽക്കുന്ന ഭദ്രയെയും തന്റെ മാറ്റം കണ്ട് കണ്ണുമിഴിച്ച് നിൽക്കുന്ന സഞ്ജുവിനെയുമാണ്. രുദ്രൻ ഭദ്രയുടെ അടുത്തേക്ക് ചൂടുകൾ വെച്ചു. നീ എന്റേതായാലോ? ഇടിമുഴക്കുമ്പോൾ അവന്റെ ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു. ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ചോദ്യം ഭദ്ര പ്രതീക്ഷിച്ചിട്ടില്ലെന്ന് അവളുടെ മുഖഭാവങ്ങളിൽ നിന്ന് രുദ്രന് മനസ്സിലായി. എന്താ താനിപ്പോ എന്താ പറഞ്ഞേ? ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് ഭദ്ര. ഏയ് കൂൾ കൂൾ. എടാ സഞ്ജു, നമ്മുടെ അപ്പുവാണെന്ന ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, ഒരു ചുവന്ന മുകളുള്ള പുരികം വളച്ചു പിടിച്ച് എപ്പോഴും ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു പക്ഷി. എന്താണ് അതിന്റെ പേര്? സഞ്ജു യാന്ത്രികമായി പറഞ്ഞു. ആംഗ്രി ബേർഡ്. ആ, അത് തന്നെ. ഏയ് ആംഗ്രി ബേർഡ്, ഇന്ന് വരെ ഞാൻ മോഹിച്ചൊക്കെ എൻ്റെ കൈവളയിൽ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇതും ഞാൻ സ്വന്തമാക്കും. അതിന് ഞാൻ എന്തും ചെയ്യും. എന്നെ താനായിട്ട് ആ വീട്ടിലേക്ക് ക്ഷണിക്കും. എൻ്റേതാ, എൻ്റേത് മാത്രമായിരിക്കും. അവളെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കി രുദ്രൻ പറഞ്ഞു നിർത്തി. മുന്നിൽ നിൽക്കുന്നവന്റെ ഉറപ്പോടെയുള്ള ശബ്ദത്തിൽ നിന്ന് ഭദ്ര ഒന്ന് ഉറപ്പിച്ചു. മുന്നിൽ നിൽക്കുന്നവൻ നിസ്സാരക്കാരനല്ല. എങ്കിലും ഭദ്ര വിട്ടുകൊടുത്തില്ല. തനിക്കെന്നെ ശരിക്കും അറിയില്ല. തനിക്കും എന്നെ ശരിക്കും അറിയില്ലടോ. അറിയിക്കുന്നുണ്ട് ഞാൻ വൈകാതെ. എന്തും കുറച്ച് കഷ്ടപ്പെട്ട് സ്വന്തമാക്കുന്നതിനെയാണ് ഹരം. കുറച്ച് എരിവുള്ളതാണെങ്കിൽ പ്രത്യേകിച്ച്. ഒരു വഷളൻ ചിരിയോടാൻ പറഞ്ഞു. കാണാം. കാണാം. പോരുകോഴികളെ പോലെ ഒരിഞ്ച് വ്യത്യാസത്തിൽ നിന്ന് കണ്ണിൽ നോക്കി വെല്ലുവിളിക്കുന്നവരെ കാണെ സഞ്ജു പെട്ടെന്ന് രുദ്രനെ പിടിച്ചു മാറ്റി. ഏയ് ആംഗ്രി ബേർഡ്, ഇനി വരുമ്പോ നല്ല കടും ചോപ്പ് സാരി ഉടുക്കണേ. അപ്പൊ പേരും കറക്റ്റ് ആവും. ആംഗ്രി ബേർഡ്. തനിയൻ. എടോ ഭദ്രേ, അവൻ ചുമ്മാ പറഞ്ഞ താൻ പോയിക്കോ. അവന് പ്രശ്നത്തിനും വരില്ല. ഒരു വിധത്തിൽ സഞ്ജു ഭദ്രയെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. ഒരിക്കൽ കൂടി തന്നെ നോക്കി കണ്ണുരുട്ടി നടന്നു നീങ്ങുന്നവളെ രുദ്രൻ കള്ളച്ചിരിയോടെ നോക്കി നിന്നു. കള്ളക്കുറുക്കൻ. ഭദ്ര മനസ്സാഞ്ഞൊടിഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. എടാ വെടക്ക്, നിനക്കിത് എന്തിന്റെ കേടാ? അവന്റെ ആവേശം കണ്ടാ തോന്നും ഈ ഒരു സ്ഥലം മാത്രമേ ഭൂമി മലയാളത്തിൽ അവശേഷിക്കുന്നുള്ളൂ എന്ന്. അങ്ങനെയല്ലടാ. ആ പോയവളെ പോലെ ഒന്ന് മാത്രമേ ഈ ഭൂമി മലയാളത്തിൽ കാണൂ. എന്തൊരു പെണ്ണാടാ അവള്. അവളാള് കൊള്ളാം.
എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് തലയാട്ടി മുണ്ടും മടക്കി കുത്തി രുദ്രൻ കാറിന്റെ ഡോർ തുറന്നു. വന്ന് വണ്ടി കയറാ. കിളി പറത്തി നിൽക്കുന്ന സഞ്ജുവിനെ നോക്കി രുദ്രൻ അലറി. വണ്ടി റിവേഴ്സ് എടുത്ത് വന്ന വഴിയെ തിരിച്ചു പോകുന്നവരെ നോക്കി സഞ്ജു പെട്ടെന്ന് ചോദിച്ചു, എടാ പെണ്ണ് കാണാൻ പോണ്ടേ? കണ്ടല്ലോ. ആരെ? എന്റെ പെണ്ണിനെ. നീ എന്തൊക്കെയാണ് അവർക്ക് ഈ പറയുന്നേ? സായി കേട്ട് സഞ്ജു അലറി. ദേവഭദ്ര, അവളാണ് ഈ രുദ്രദേവിന്റെ പാതി. അവന്റെ ഉറപ്പോടെയുള്ള ശബ്ദത്തിൽ നിന്നും ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് സഞ്ജുവിന് ബോധ്യമായി. തിരികെ വീട്ടിലെത്തിയ ഭദ്ര കാണുന്നത് സിറ്റൗട്ടിൽ തന്നെയും കാത്തിരിക്കുന്ന അമ്മയെയാണ്. ആരോടെ ഭദ്ര നീ സംസാരിക്കുന്നുണ്ട്? സ്ഥലം നോക്കാൻ വന്നവരാരെങ്കിലും ആണോ? ഓ, എന്താ ഒരു ശുഷ്കാന്തി, ഇപ്പൊ വിൽപ്പിക്കാം. അവൾ മനസ്സാഞ്ഞൊടിഞ്ഞുകൊണ്ട് ചുണ്ടുകൂട്ടി. എന്താ ഭദ്രേ, ചോദിച്ചു കേട്ടില്ലേ? അമ്മേ, അത് അവർക്ക് വഴി തെറ്റിയതാ. ഇനി അവർക്ക് തെറ്റില്ല. എന്ത്? നീ എന്തൊക്കെയാടി പെണ്ണെ ഈ പറയുന്നേ? ഒന്നുമില്ല എന്റെ സരസു, പോയി ഭക്ഷണം എടുത്ത് വെക്ക്. ചെല്, നാളെ മുതൽ പിന്നെ ഈ ഹോട്ടൽ ഫുഡ് തന്നെയല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നപ്പോൾ സരസ്വതി പറഞ്ഞു, ഇപ്പൊ തന്നെ 10 മണിയായി. അവരൊരു മണിക്കൂറിനുള്ളിൽ എത്തുന്ന അച്ഛൻ പറഞ്ഞു. അത് കേട്ടപാടെ ഭദ്ര വേഗം മുറിയിലേക്ക് പാഞ്ഞു. മുഖം നന്നായി ഫേസ് വാഷ് ഇട്ടൊന്ന് കഴുകി. കണ്ണെഴുതിയതെല്ലാം ഒരു തരി ബാക്കിയില്ലാതെ തുടച്ചു കളഞ്ഞു. ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്തിയും പാൻറ്റും എടുത്തിട്ടു. എന്തായാലും അവർ വരുമ്പോൾ പുറത്തിറങ്ങാം, അല്ലെങ്കിൽ രാജമാത പിന്നെയും ഒരുങ്ങിക്കെട്ടാൻ പറയും. ഇതെല്ലാം ആലോചിച്ചിരിക്കെ ഭദ്രയുടെ ഫോൺ റിങ് ചെയ്തു. മാളുവാണ്. എടി ഭദ്രേ, അവർ വന്നോടി. ഇല്ലടി മാളു, ഇന്ന് ഏത് കോന്തലാണ് എന്തോ കെട്ടിയെടുക്കുന്നത്. ആരായാലും നിനക്ക് പിടിക്കൂലല്ലോ. പിന്നെ വന്നവരെല്ലാം മാന്യമാരായിരുന്നല്ലോ. ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ അമ്മയുടെ വിളി വന്നു എന്നും പറഞ്ഞു. ഭദ്ര ചെന്നും കണ്ടു. ചെറുക്കനും കൂടെ ആളുടെ അച്ഛനും അമ്മയും. കണ്ടാലറിയാം നല്ല സാമ്പത്തികമുള്ളവരാണ്. ചെറുക്കൻ്റെ അമ്മ പട്ടുസാരയും ചുറ്റി സ്വർണത്തിൽ മുങ്ങിയിരിക്കുന്നു. ചെക്കനാണെങ്കിൽ മൊബൈലിൽ തോണ്ടി അൾട്ടിമേറ്റ് പുച്ഛവും വാരി വിതറുന്നു. മുഖഭാവം കണ്ടാലറിയാം ഇഷ്ടപ്പെടാതെ ആരുടെയോ നിർബന്ധത്തിന് വഴങ്ങി വന്ന പോലെയുണ്ട്. എന്താ കുട്ടി ഇങ്ങനെ? ഉറക്കത്തിന്ന് ഉണർന്ന പടിയെ പോലുണ്ടല്ലോ. ചെറുക്കൻ്റെ അമ്മയാണ്. ഭദ്രയുടെ നാക്ക് തരിച്ചു വന്ന സരസ്വതിയുടെ കൈ അവളുടെ കയ്യിൽ പിടുത്തമിട്ട് ഒന്നിച്ചായിരുന്നു. ചെറുക്കൻ്റെ അമ്മ വീണ്ടും തുടങ്ങി. ഉള്ളത് പറയാലോ ചന്ദ്രൻ നായരെ, ഞങ്ങൾക്ക് ആണായിട്ട് പെണ്ണായിട്ട് ഇവൻ ഒരുത്തനേ ഉള്ളൂ. പഠിച്ചവൻ വളർന്നൊക്കെ അങ്ങ് US ഇവിടുത്തെ ചില രീതികളായിട്ട് പൊരുത്തപ്പെടാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. തിരി മുൻചൂണ്ടി എടുത്തിയാട്ടൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവ. ഒരു പെണ്ണുവിൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എല്ലാം ശരിയാവും. ഞങ്ങൾക്ക് ചുറ്റുപാടൊക്കെ ഇഷ്ടമായി. കുട്ടി CA പാസ്സായതാണല്ലോ. ജോലിക്ക് പോകുന്നതിനൊന്നും ഞങ്ങൾക്ക് എതിർപ്പില്ല. കുട്ടിക്ക് ഇവന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. അത്രയും കേട്ടത് ഭദ്രയുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടിരുന്നു. നിർത്ത്, നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? ഒരു പരീക്ഷണം നടത്തി നോക്കാന്നാണോ? നിങ്ങളൊരു അമ്മയല്ലേ? ഒരമ്മയായി നിങ്ങളെ കൊണ്ട് ഇത്രയും കാലം നേരെയാക്കാൻ പറ്റാത്തത് പിന്നെ എങ്ങനെയാ വേറൊരു പെൺകുട്ടിക്ക് ശരിയാക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിക്കുന്ന ഒരാൾ നേരെയാവാനാണോ? പരസ്പര സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും ജീവിക്കാനാ. മകന്റെ സ്വഭാവം നേരെയാക്കാൻ വേറെ പല മാർഗങ്ങളുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ജോലിക്ക് വിടുക എന്നുള്ളതേ ഭർത്തൃ വീട്ടുകാരുടെ ഔദാര്യമില്ല. അതുകൊണ്ട് മേലാൽ ഈ പേരും പറഞ്ഞ് ഈ വഴിക്കുന്നല്ല വേറെ വീട്ടിൽ പെണ്ണാലോചിച്ച് പോയേക്കരുത്. നിങ്ങൾക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ ഒരു തന്നെ നന്നാക്കാൻ പറഞ്ഞേക്കുമായിരുന്നോ? ഉള്ളിൽ ദേഷ്യം നുരഞ്ഞു വന്നുണ്ടെങ്കിൽ കൂടി തിരിച്ചൊന്നും പറയാനില്ലാത്തതിനാൽ അവർ ഭദ്രയൊന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് മടങ്ങി. ഒരു തലവേദന ഒഴിഞ്ഞു പോയല്ലോ എന്ന് ഭദ്രയും സമാധാനിച്ചു. ഭദ്ര പറഞ്ഞ അത്രയും സത്യമായതുകൊണ്ട് ചന്ദ്രനും സരസ്വതിക്കൊന്നും പറയാനില്ലായിരുന്നു. മറ്റൊരിടത്ത് രുദ്രൻ രുക്മിണിയുടെ മടിയിൽ തലയായിച്ച് ഭദ്രയെ കണ്ട കാര്യം വിശദീകരിക്കുകയാണ്. വേണ്ടിടത്ത് സെൻസർ ചെയ്ത് ചുരുക്കിയാണ് അവന്റെ പറച്ചിൽ. നല്ല തൻ്റെയുള്ള കുട്ടി, അവളെപ്പോലെ ഒരുവൾക്കേ നിന്നെ മേക്കാൻ പറ്റൂ. നമുക്ക് അടുത്ത ദിവസം തന്നെ മോളുടെ വീട്ടിൽ പോവാം, അല്ലേ രാഘവേട്ടാ? അടുത്തായിരിക്കുന്ന രാഘവനോട് അവർ ആവേശത്തോടെ പറഞ്ഞു. ആഹാ, കൊള്ളാലോ, നോക്കട്ടെ. അവളെ പറ്റി ഞാൻ എല്ലാം ഒന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ടാവും. പിറ്റേന്ന് ഭദ്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. പതിപോലെ ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തന്നെ കഫ്റ്റീരിയയിൽ നിന്ന് ഓരോ കോഫിയും കുടിച്ച് ഭദ്രയും ആളും സംസാരിക്കുകയാണ്. ഇന്നലെ നടന്ന പെണ്ണുകാണൽ തന്നെയാണ് വിഷയം. ഇപ്പോഴുണ്ട് ഇതുപോലത്തെ സ്ത്രീകള്? ഉണ്ടടി മാളു. അച്ഛനും അമ്മയോട് ഉണ്ടായിപ്പോയി. അല്ലെങ്കിൽ നല്ല കുറച്ചുകൂടി ഞാൻ പറഞ്ഞു വിട്ടേനെ. പറഞ്ഞു കുറച്ച് കുറഞ്ഞു പോയി. അത് വിട്ടി. അല്ല, എന്താ ഈ സ്ഥലം വിൽക്കുന്ന കാര്യം? എൻ്റെ പൊന്നു മാളു, എനിക്ക് വേറെ എന്തൊക്കെ ചോദിക്കാണ്ട്. ചുമ്മാ വീണ്ടും വീണ്ടും ആ കുറുക്കൻ്റെ മുഖത്ത് ഓർമ്മിപ്പിക്കാനായിട്ട്. കുറുക്കനോ? മാളു ഇതെന്തെന്ന പോലെ ചോദിച്ചു. ഭദ്രയെല്ലാം വിശദീകരിച്ചു. അത് കൊള്ളാം, ആംഗ്രി ബേർഡ്, നിനക്ക് ചേർന്ന പേരാ. അവളുടെ മുഖത്ത് നോക്കി മാളു ചിരിച്ച് മറിയുകയാണ്. നിന്റെ അവിഞ്ഞ ചിരിപ്പ് നിർത്തിയില്ലെങ്കിലേ കയ്യിൽ ചൂട് കോഫിയാ മുഖത്തൊഴിക്കും ഞാൻ. മാളുവിന്റെ ചിരി സ്വിച്ചിട്ട പോലെ നിന്നു. ഒന്ന് പോയടി പിശാചെ, നിനക്ക് കല്യാണം വേണ്ടെന്ന് വെച്ച് എനിക്ക് കെട്ടണം. കുരുവൊക്കെ മാറി ഞാനൊന്ന് ഗ്ലാമറായി വരുന്നേ ഉള്ളൂ. സ്വന്തം കവിളുകൾ പൊത്തിപ്പിടിച്ച് മാളു ദയനീയമായി പറഞ്ഞു. എന്നാലും എടി ഭദ്രേ, നീ എന്താ വരുന്ന എല്ലാ ആലോചനകളും വേണ്ടെന്ന് വെക്കുന്നേ? എടി, നീ കേട്ടിട്ടില്ലേ, ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ സിംഗിൾ അൺടിൽ യു ഫൈൻഡ് ദി ഫൈറ്റ് പാർട്ണർ എന്ന്. അതല്ല, നിന്റെ പറച്ചിലേട്ട നീ കെട്ടി 2 പിള്ളേരായെന്ന് തോന്നില്ലോ. അതെങ്ങനെയാ? ഒരു സുന്ദരിക്കോതെ കെട്ടാതിൻ്റെ കൂടെ നടക്കുമല്ലേ? നീ കെട്ടാതിൻ്റെ കൂടെ എത്ര നാൾ നടക്കുന്നുവോ? പ്രേമിച്ച് കെട്ടണമെന്ന് എൻ്റെ ആഗ്രഹം അത്രയും കാലം വൈകത്തേ ഉള്ളൂ. പറഞ്ഞു കേട്ടെടുത്തോളം ആ സ്ഥലം നോക്കാവുന്ന നിന്റെ കുറുക്കെന്ന് എനിക്ക് പെർഫെക്റ്റ് മാച്ചാണ് മോളെ.
പറയലും ആളും ഓട്ടവും കഴിഞ്ഞിരുന്നു. എന്റെ കുറുക്കനോ, ഡി മാറുന്നേ, നിക്കണേ അവിടെ. ഭദ്രയെ അവൾക്ക് പിന്നാലെ പാഞ്ഞു. ദിവസങ്ങൾ പിന്നെയും മാറ്റമില്ലാതെ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. There are 4 generally accepted measurement bases or valuation principles. These are historical cost. ഭദ്ര ഗൗരവത്തിൽ ക്ലാസ് എടുക്കുമ്പോഴാണ് പ്രോഗ്രാം കോർഡിനേറ്റർ ഭദ്രയെ വിളിക്കുന്നത്. മാം, ഇന്ന് വെനസ്ഡേ അല്ലേ? പ്രോട്ടോക്ക് സീരീസ് ഉള്ള ദിവസമാണ്. സത്യനാഥ് സാർ മേഡത്തെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാം, യു ഹാവ് എ സർപ്രൈസ് വെയിറ്റിംഗ്. സർപ്രൈസ്? ഐ വിൽ ബി ദർ. ടൈം 4 o'clock അല്ലേ? യെസ് മാം. കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് ബൂസ്റ്റ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്ന പ്രോഗ്രാമാണ് പ്രോട്ടോക്ക് സീരീസ്. പ്രഗത്ഭരായ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കൺസൾട്ടൻസ്, ബിസിനസ്മാൻ, ഇൻവെസ്റ്റേഴ്സ് എന്നിവരെല്ലാം അതിഥികളായി എത്താറുണ്ട്. CA എന്ന എക്സാം പാസ്സാവാൻ പഠനത്തോടൊപ്പം മനോധൈര്യവും അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഈ പ്രോഗ്രാമിലെ പലരുടെയും ജീവിതാനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികളേറെ പ്രചോദിപ്പിക്കാറുണ്ട്. സമയം 3:45. കുട്ടികളെല്ലാം സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞു. അവരെല്ലാം അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഭദ്രയും സ്റ്റേജിന്റെ ഭാഗത്തായി നിലയുറപ്പിച്ചിട്ടുണ്ട്. മാളുവും വെറുപ്പിച്ചുകൊണ്ട് അടുത്ത് തന്നെയുണ്ട്. കൃത്യം 4 മണിക്ക് പ്രോഎഡ്ജ് അക്കാദമിയുടെ മുന്നിൽ ഒരു ബ്ലാക്ക് ബെൻസ് വന്ന് നിന്നു. ബാക്ക് ഡോർ വന്നൊരുവൻ പുറത്തേക്ക് ഇറങ്ങി. ബ്ലാക്ക് സ്യൂട്ടാണ് അവന്റെ വേഷം. അതിലവന്റെ ദൃഢമായ ശരീരം എടുത്തു കാട്ടി. അടുത്ത ഡോർ തുറന്ന് ബ്രൗൺ സ്യൂട്ടിട്ട മറ്റൊരുവനും ഇറങ്ങി. സത്യനാഥ് ഏറെ സന്തോഷത്തോടെ രണ്ടുപേരെയും പുണർന്നു. ഓരോ വിശേഷങ്ങളും പറഞ്ഞ് അവർ സ്റ്റേഡിയത്തിലേക്ക് നടന്നു. പ്രോഗ്രാം കോർഡിനേറ്റർ ഓരോ ബൊക്കെ ഭദ്രയുടെയും ആളുവിനെയും കയ്യിൽ കൊടുത്തു. മാം, യു ഹാവ് ടു ഇൻവൈറ്റ് ദം. രണ്ടുപേരും തലവിളക്കി. പരസ്പരം മുഖത്തോട് മുഖം നോക്കവേ അവരുടെ ചിന്തകളെ മായ്ച്ചുകൊണ്ട് സ്റ്റേജിൽ ഹോസ്റ്റിന്റെ ശബ്ദം ഉയർന്നു കേട്ടു. Hi ladies and gentlemen, with great pride we welcome to dynamic leader Mr. Rudradev, visionary chartered accountant and CEO of KR Groups of Companies, and Mr. Sanjay, accomplished company secretary and legal advisor of KR Group, joining us today to inspire mind through Pro Talk series. നേരെ നോക്കിയ ഭദ്ര കാണുന്നത് കുട്ടികളുടെ നടുവിലൂടെ തലയെടുപ്പോടെ തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന രുദ്രനെയാണ്. ഭദ്രയുടെ ചുണ്ടുകൾ വിറയലോടെ പതിയെ മൊഴിഞ്ഞു. കുറുക്കൻ? രുദ്രന്റെ അവസ്ഥയും മറിച്ചില്ല. ചുവന്ന സാരി ഉടുത്ത് മെടഞ്ഞിട്ട മുടി മുന്നിലേക്ക് ഇട്ടത്. കണ്ണും കറുപ്പിച്ചെഴുതി തന്നെ അമ്പരം നോക്കിയിരിക്കുന്ന ഭദ്രയെ അവനും കണ്ണെടുക്കാതെ നോക്കി. ഓഹോ, നിന്റെ ആംഗ്രി ബേർഡ് ഇവിടെയാണോ? ദൈവത്തോർത്ത് ഇവിടെ കിടന്ന് 2 അടിയുണ്ടാക്കരുത്. ഒരപേക്ഷ പോലെ സഞ്ജയ് രുദ്രന്റെ ചെവിയിൽ പറഞ്ഞു. രുദ്രൻ ഒരു കള്ളച്ചിരിയിരിച്ച തലയാട്ടി. ഒരു പരിചയവും കാണിക്കാതെ നിറഞ്ഞ ഗൗരവത്തോടെ തന്റെ മുമ്പിൽ നിൽക്കുന്ന രുദ്രനെ കാണെ ഭദ്രയുടെ കണ്ണൊന്ന് കുറുകി. ഭദ്രയും ആളും കൈയുള്ള ബൊക്കെ ഇരുവർക്കും നൽകി സ്വീകരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് സത്യനാഥ്, പ്രോഗ്രാം കോർഡിനേറ്റർ രുദ്രൻ, സഞ്ജു, ഭദ്ര എന്നിവർ സ്റ്റേജിൽ നിരത്തിട്ടിരിക്കുന്ന കസേരകളിൽ സ്ഥാനമുറപ്പിച്ചു. എന്ത് തേങ്ങക്കാണ് എന്നെ ഇവരുടെ ഒപ്പം പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്ന് ഭദ്ര ചിന്തിക്കാതിരുന്നില്ല. KR ഗ്രൂപ്പ്സിനെ പറ്റിയും രുദ്രനെ പറ്റിയും ഹോസ്റ്റ് വാതോരാ പ്രസംഗിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളും ബാക്കി ഫാക്കൽറ്റീസ് രുദ്രനെ ആരാധനയോടെ നോക്കുന്നുമുണ്ട്. അല്പനേരം കഴിഞ്ഞ് സംസാരിക്കാനായി രുദ്രനെ ക്ഷണിച്ചു. ഹേ ഗൈസ്, ഹാപ്പി ടു സീ യു ആൾ. ഞാൻ CA പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നുമില്ല. ICAI ഭവനിൽ പോയിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. നിങ്ങളൊക്കെ ശരിക്കും ലക്കിയാണ്. ഒരു കോളേജ് ലൈഫ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശരിക്കും സ്പെഷ്യലാണ്. ഇത്രയും ടഫായ ഒരു കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുത്തതിൽ തന്നെ നിങ്ങളുടെ ധൈര്യം അഭിനന്ദിക്കേണ്ടതാണ്. കൺസിസ്റ്റൻസി ആൻഡ് പ്രിസർവിനെസ്. ഒട്ടും മുഷിപ്പിക്കാതെ അവൻ സംസാരം തുടർന്നു. കുട്ടികളുമായി സംവദിക്കാനുള്ള സമയമാണ് അടുത്ത്. എന്തുകൊണ്ടാണ് സാർ CA പഠിച്ചിട്ടും ബിസിനസ്സിലേക്ക് തിരിഞ്ഞ്? അത് എൻ്റെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു, ഇന്ത്യ KR ഗ്രൂപ്പ്സിനെ വളർത്തുകയെന്ന്. ഇന്ന് KR ഗ്രൂപ്പ്സിന് പല രാജ്യങ്ങളും ബ്രാഞ്ചസും ഉണ്ട്. അച്ഛൻ തുടങ്ങി വെച്ചാണ് KR ഗ്രൂപ്പ്സ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡന്റിറ്റി വേണം നിർബന്ധമുണ്ടായിരുന്നു. അച്ഛൻ്റെ പേരിൽ മാത്രം അറിയപ്പെടാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട്. അതിനുവേണ്ടിയാണ് ഞാൻ CA പഠിച്ചത്. അത് കേട്ട ഭദ്രയുടെ കണ്ണെന്ന് വിടർന്നു. അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവളുടെ ഉള്ളിൽ എവിടേക്കോ രുദ്രനോട് ഒരു ആരാധന തോന്നി. കുട്ടികളുടെ കൈയടികളും ചോദ്യങ്ങളും രുദ്രന്റെ വ്യക്തമായ മറുപടികളും തുടർന്നു. എത്ര അനായാസമായിട്ടാണ് അവൻ വിദ്യാർത്ഥികളെ കയ്യിലെടുത്തെന്ന് ചിന്തിക്കുകയായിരുന്നു ഭദ്ര. അവസാനമായി ഒരു ചോദ്യം കൂടി ഉയർന്നു. സർ, ആർ യു സിംഗിൾ? യെസ്. വൈ സർ? പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നായിരുന്നു ചോദ്യം. അങ്ങനെ ചോദിച്ചാ ഇതുവരെ മനസ്സിന് പിടിച്ച ഒരു ലേഡി ചാർട്ടേഡ് അക്കൗണ്ടിനെ കണ്ടിട്ടില്ല. ഭദ്രയെ പാളി നോക്കിയാൽ രുദ്രൻ മറുപടി പറഞ്ഞു. സർ, ഞങ്ങളുടെ ഭദ്ര മിസ് സ്റ്റിൽ സിംഗിൾ ആണേ. ഏതോ ഒരു വിരുദ്ധൻ വിളിച്ചു പോയി. ഭദ്ര ഒന്ന് അമ്പരുന്നെങ്കിലും ഏതവനാണത് പറഞ്ഞെന്ന് തെരച്ചില്ലായിരുന്നു. രുദ്രൻ കള്ളച്ചിരിയോടെ ഭദ്രയെ നോക്കി. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഓൾ. അവൻ തിരിച്ച് സീറ്റിലേക്ക് മടങ്ങി. സത്യനാഥ് മൈക്ക് വാങ്ങി. അടുത്തതായി വളരെ അഭിമാനം നിറഞ്ഞൊരു കാര്യം ഞാൻ പങ്കുവെക്കുകയാണ്. കഴിഞ്ഞ എക്സാം ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ ബാച്ചുകളിൽ ഏറ്റവും കൂടുതൽ പാസിംഗ് പെർസെൻറ്റേജ് ഉള്ളതും അഗ്രിഗേറ്റുമായി കുട്ടികൾ പാസ്സായതും അക്കൗണ്ട്സിനാണ്. അതുകൊണ്ട് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റർമീഡിയറ്റ് ലെവൽ ബാച്ചസിന് അക്കൗണ്ടിന് ക്ലാസ് എടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട CA ദേവഭദ്രയെ ആദരിക്കാൻ ഞാൻ രുദ്രദേവനെ സ്വാഗതം ചെയ്യുന്നു. ഞെട്ടി. ഭദ്ര ശരിക്കും ഞെട്ടി. എല്ലാവരുടെയും കയ്യടിയാണ് അവളെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന്. സന്തോഷത്താൽ നിറഞ്ഞ മിഴികളോട് അവൾ രുദ്രന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷന്റെയും ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഏ ആംഗ്രി ബേർഡ്,
കൺഗ്രാറ്റുലേഷൻസ്. കുറച്ചുകൂടെ ചേർന്നെന്നോ? ഞാനൊന്നും ചെയ്യില്ലെന്നേ. അവൻ പതിയെ പറഞ്ഞു. ഗെറ്റപ്പിൽ മാത്രമേ മാറ്റുള്ളൂ, കുറുക്കൻ്റെ സ്വഭാവം പഴയത് തന്നെ. അവൾ മനസ്സിൽ സ്മരിച്ചു. ഓ, അത് വേണ്ട സാറേ. എരിഞ്ഞാലോ? ഞാൻ കുറച്ച് എരിവ് കൂടിയതാണെന്നല്ലേ അന്ന് പറഞ്ഞ്? കുറച്ചല്ല, കുറേയേറെ. പക്ഷേ എരിവുള്ള നമ്മുടെ കയ്യിൽ ഇങ്ങനെ മെരുങ്ങി നിൽക്കുന്ന കാണാൻ വല്ലാത്തൊരു ചേല. രുദ്രനും വിട്ടുകൊടുത്തില്ല. പുറമേ നോക്കിയാൽ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുമ്പോൾ എന്തോ കുശലം പറഞ്ഞായിട്ട് മാത്രമേ തോന്നൂ. എന്നാൽ അവിടെ എന്തോ വാക്പോര് നടക്കുന്നുണ്ടെന്ന് സഞ്ജുവിന് മനസ്സിലായി. അടുത്തത് സംസാരിക്കാനായി ഭദ്രയെ ക്ഷണിച്ചു. ഗുഡ് ഈവനിങ് ഓൾ. ഒത്തിരിയേറെ സന്തോഷം അഭിമാനവും തോന്നുന്നു. CA പഠിച്ചിട്ട് എന്തുകൊണ്ട് ടീച്ചിങ്ങിലേക്ക് കടന്നു? ഏതെങ്കിലും നല്ല ഓഡിറ്റിംഗ് ഫാമിലി ജോയിൻ ചെയ്തൂടെ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അന്ന് ഇന്ന് എനിക്കൊരു ഉത്തരമേ ഉള്ളൂ. ടീച്ചിങ് ഈസ് മൈ പാഷൻ. ഞാനിതൊരു CA ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു പങ്ക് വഹിച്ച് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സാണ്. CA എന്ന സ്വപ്നം നേടാൻ ഒരാളെങ്കിലും എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഏതൊരു കോഴ്സാണെങ്കിലും ഒരു ടീച്ചറുടെ മാത്രം കഴിവ് കൊണ്ടല്ല വിദ്യാർത്ഥികൾ പാസ്സാവുന്നത്. അവരുടെ കഠിനാധ്വാനവും പഠിക്കാനുള്ള മനസ്സുമാണ് ഏറ്റവും വലിയ ഫാക്ടർ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ഈ അംഗീകാരം എൻ്റെ വിദ്യാർത്ഥികൾ കൂടിയുള്ളതാണ്. താങ്ക് യു ഓൾ. ആൻഡ് ഐ ഫെൽറ്റ് ഇമെൻസ് പ്ലഷർ ടു ഷെയർ സ്റ്റേജ് വിത്ത് ഗ്രേറ്റ് പീപ്പിൾ ലൈക്ക് യു. താങ്ക് യു. രുദ്രനൊന്ന് പാളി നോക്കി അവൾ പറഞ്ഞു നിർത്തി. എല്ലാവരുടെയും മനസ്സ് നിറക്കുന്ന വാക്കുകളായിരുന്നു ഭദ്രയുടേത്. സഞ്ജുവിന് ഒരു ഗസ്റ്റ് ഫാക്കൽറ്റിയായി നിയമിച്ചു കൂടി സത്യനാഥ് എല്ലാവരെയും അറിയിച്ചു. പ്രോഗ്രാം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്നിറങ്ങാൻ നേരം വീണ്ടും വിളിച്ചു. ഏയ് ദേവാ. പിടിച്ചു കിട്ടിയതുപോലെ നിന്നുപോയവൾ. സ്വപ്നത്തിൽ അതേ വിളി, ആ ഒരു ഓർമ്മ പോലെ അവളെ പരവേശപ്പെടുത്തി. അവൾ അമ്പരപ്പ് മറച്ചു വെച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ, തനിക്ക് നല്ല അനുസരണയുണ്ട്. ഈ കളറങ്ങ് സ്ഥിരാക്കിക്കോ. നല്ല ചേർച്ചയുണ്ട്, പേരിനോട് യോജിക്കുകയും ചെയ്യും. നമുക്ക് ഇനിയും കാണാം. മോഹിച്ച സ്വന്തമാക്കാൻ വരുന്നുണ്ട് ഞാൻ. അപ്പോൾ ആംഗ്രി ബേർഡ്സ് ബൈ. ഉടുത്തിരിക്കുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള സാരിയിലേക്ക് നോക്കി പറഞ്ഞ് നടന്ന് നീങ്ങുന്നവരെ നോക്കി നിശ്ചലയായി നിൽക്കാനേ അവൾ കഴിഞ്ഞുള്ളൂ. ഭദ്രേ. മാളുവിൻ്റെ വിളിയാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന്. കൺഗ്രാറ്റ്സ് ഡിയർ, സോ പ്രൗഡ് ഓഫ് യു. മാളു ഭദ്രയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഡി. എന്നാലും എന്നാ ലുക്കാണല്ലേ, എന്താ സ്റ്റൈല്, എന്താ സ്വാഗ്, രോമാഞ്ചം വരുന്നു. എൻ്റെ പൊന്നു പെണ്ണെ, നീ വന്നപ്പോൾ തുടങ്ങിയ ആൾ ഈ പുകഴത്തിൽ ഒന്ന് നിർത്തുവോ? അത്രയ്ക്ക് അങ്ങ് പിടിച്ചെങ്കിൽ നീ പോയി അങ്ങ് കേട്ട്. ഇനി ഒരക്ഷര കുറുക്കിനെ പറ്റി നീ മിണ്ടരുത്. അപ്പാർട്ട്മെന്റിൽ എത്തിയപ്പോൾ മുതൽ തുടങ്ങിയ പുകഴത്തിലാണ് മാളു രുദ്രനെ. എന്താ നീ പറഞ്ഞേ? കുറുക്കനോ? ബാൽക്കണിയിലെ ബീൻ ബാഗിൽ നിന്ന് മാളു ചാടി എണീറ്റു. അപ്പൊ നീ പറഞ്ഞ കുറുക്കനാണ് രുദ്ര സാറ്? ഭദ്ര രസമായി മൂളി. ഏറെ നേരത്തിന് ശേഷം മാളു പറഞ്ഞു. എനിക്ക് വേണ്ടടി അങ്ങേരെ. അതെന്തേ? നിന്റെ കണവരാൻ പോകുന്നവന് എനിക്ക് ചേട്ടനാടി. അതും പറഞ്ഞ് ഭദ്ര എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആൾ റൂമിലേക്ക് പാഞ്ഞു. ഒരു ദിവസം സത്യനാഥ് ഫാക്കൽറ്റീസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയായിരുന്നു. മീറ്റിംഗ് റൂമിലേക്ക് മാളുവും ഭദ്രയും ചെന്നും കണ്ടു പുട്ടിയിൽ മുങ്ങിയിരിക്കുന്ന ചാന്ദിനിയെ. ചാന്ദിനി സത്യനാഥിന്റെ നീസാണ്, കൂടാതെ ബോർഡ് ഓഫ് ഡയറക്ടറിൽ അംഗവും. സത്യനാഥിന്റെ ബലത്തിൽ ഞെളിഞ്ഞിരിക്കുന്നതെന്നല്ലാതെ ഉറച്ച നിലപാടുകളോ കാര്യപ്രാപ്തി അവൾക്കില്ല. നേരിട്ട് കാണുമ്പോഴേക്കും ഭദ്രയും ചാന്ദിനിയും തമ്മിൽ ഉരസാറുണ്ട്. തന്നിൽ താഴെയുള്ളവരോട് ചാന്ദിനി അണിക്കുന്ന പുച്ഛമാണ് ഭദ്രയേറെ ചൊടിപ്പിക്കുന്നത്. ഇന്ന് പുട്ടി കുറവാണല്ലോടി, ഒരു ബക്കറ്റേ ഉള്ളൂന്ന് തോന്നുന്നു. ആ ഡ്രസ്സിൽ അവൾ എങ്ങനെ കയറിയ എന്തോ. അവളിട്ടിരിക്കുന്ന സ്ലിം ഫിറ്റ് ബോഡി കോൺ ഡ്രസ്സ് നോക്കിയാണ് മാളുവിന്റെ ചോദ്യം. ഇന്നും നിന്റെ വായിരിക്കുന്ന കേൾക്കാൻ തന്നെയാണ് അവളുടെ വിധി. ആ നോക്കാടി. എല്ലാ ഫാക്കൽറ്റീസും എത്തിച്ചേർന്നു. നിമിഷങ്ങൾക്കകം സത്യനാഥും എത്തി. കൂടെ രുദ്രനും ഉണ്ടായിരുന്നു. ആഹാ, നല്ല കണി, നിന്റെ കുറുക്കനുണ്ടല്ലോടി, മാളു ഭദ്രയോടായി പറഞ്ഞു. എന്നാത്തിനാണാവോ ഞാനിപ്പോ ഇവിടെ കെട്ടിയെടുത്ത്? ഭദ്ര പിറുവിറുത്തു. ഗുഡ് മോർണിംഗ് ഓൾ. ഞാനിന്ന് നിങ്ങളെല്ലാവരെയും വിളിപ്പിച്ചതേ ഒരു സന്തോഷ വാർത്ത പങ്കുവെക്കാനാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുതിയ കോർപ്പറേറ്റ് കൺട്രോളറായിട്ട് CA രുദ്രദേവിനെ നിയമിച്ചിരിക്കുകയാണ്. അദ്ദേഹമാണ് ഇന്നിങ്ങനെ ഒരു മീറ്റിംഗ് വിളിക്കാൻ ആവശ്യപ്പെട്ടതും. സത്യനാഥ് പറഞ്ഞു നിർത്തിയതും കയ്യടികൾ മുഴങ്ങി. രുദ്രൻ വന്നത് മുതൽ ചാന്ദിനിയുടെ കണ്ണുകൾ അവന്റെ മുഖത്തുനിന്ന് മാറിയിട്ടില്ല. സബാഷ്, ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഭദ്ര മനസ്സാൽ ഞൊടിഞ്ഞു. പുതിയ പല ആശയങ്ങളെപ്പറ്റിയും കോഴ്സിന്റെ ഒപ്പം ചെയ്യാൻ പറ്റിയ ഷോർട്ട് ടേം കോഴ്സുകളെ പറ്റിയും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുവരേണ്ട പുതിയ മാറ്റങ്ങളെപ്പറ്റിയും രുദ്രൻ വിശദീകരിക്കുകയാണ്. ഈ സമയമാണ് ഡോർ തുറന്ന് ഒരു 50-55 വയസ്സ് പ്രായമായ ഒരു സ്ത്രീ ചായയുമായി വന്നത്. പേര് രാധ. ഇവിടുത്തെ ഓൾ ഇൻ ഓളാണ് കക്ഷി. എല്ലാവർക്കും ചായ കൊടുത്ത അവസാനം ചാന്ദിനിയുടെ അടുത്തെത്തിയതും രുദ്രനെ വായി നോക്കിക്കൊണ്ടിരുന്ന ചാന്ദിനി എന്തോ എടുക്കാൻ തിരിഞ്ഞത് ഒപ്പമായിരുന്നു. ചായ ഗ്ലാസ് നിലത്തി വീണുടഞ്ഞു. കുറച്ച് ചായ ചാന്ദിനിയുടെ കയ്യിലുമായി. യു ബ്ലഡി പറയിലും രാധയുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ അവൾ കൈ ഉയർത്തിയത് ഒപ്പമായിരുന്നു. എന്നാൽ ഭദ്ര അവളുടെ കൈയിനെ തടഞ്ഞിരുന്നു. തൊട്ടുപോരുത്, അവളുടെ ഉറച്ച ശബ്ദത്തോടെ മുഴങ്ങി. ഹൗ ഡെയർ യു? നീ ആരടി എന്നെ തടയാൻ? ചാന്ദിനി ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. നിന്റെ ശ്രദ്ധയിലായ്മ ഒന്നുകൊണ്ട് മാത്രമേ ഇത് സംഭവിച്ചു. അതിന് രാധമേ തൊട്ടാനുണ്ടല്ലോ. ഒന്നില്ലെങ്കിൽ ഇവരുടെ പ്രായത്തിൽ നിനക്ക് ബഹുമാനിച്ചുകൂടെ? ഇവരെ തൊട്ടതിന് നീ എന്തിനാടി ഇത്ര തിളക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ മകളായി നിനക്ക് ഇതുപോലത്തെ ചീപ്പ് സെന്റിമെന്റ്സ് കൂടുതലായിരിക്കുമല്ലോ. ചാന്ദിനി പുച്ഛിച്ചു. ഭദ്ര എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുന്നേ രുദ്രന്റെ ശബ്ദത്തോടെ മുഴങ്ങി. സ്റ്റോപ്പ് ഇറ്റ് ചാന്ദിനി. ഡോണ്ട് ഡെയർ ടു അട്ടർ എ വേർഡ് എനിമോർ.
എന്താ വിളിച്ചു പറയുന്ന പോലെ ബോധമുണ്ട് തനിക്ക്? താൻ പൂച്ചിച്ച് പറഞ്ഞല്ലോ ഡ്രൈവറുടെ മകളാണെന്ന്. അതിനെന്ത് മോശമാണ് താൻ കണ്ട്? ഏത് തൊഴിലിന് അതിൻ്റെതായ മഹത്വം താനൊക്കെ ഇനി എന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു കാര്യം നാം പറഞ്ഞത് ശരിയാ. ഒരു ഡ്രൈവറിന്റെ മകളായതുകൊണ്ടും സാധാരണ മനുഷ്യരുടെ വികാരങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ഇവിടെ കൂടിയിരിക്കുന്ന ആരെങ്കിലും എഴുന്നേൽക്കുന്നതിന് മുന്നേയും ഈ അമ്മയുടെ നേർക്ക് തന്റെ കൈ പതിയാതിരിക്കാം മിസ് ദേവഭദ്ര മുൻകൈയെടുത്ത്. ഞാൻ ക്ഷണിച്ചിട്ടാ മിസ് ദേവഭദ്രയുടെ വന്ന് എന്റെ ഗസ്റ്റിനെ അപമാനിക്കുന്നത് ഞാൻ സഹിക്കില്ല. സോ മിസ് ചാന്ദിനി, യു ഹാവ് ടു അപ്പോളജൈസ്. വലിഞ്ഞു മുറിയ മുഖത്തോടെ രുദ്രൻ പറഞ്ഞു നിർത്തി. ഇങ്ങനെയൊരു പ്രതികരണം ഒരിക്കലും ചാന്ദിനി പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു മാർഗവുമില്ലാതെ ചാന്ദിനി ക്ഷമാപണം നടത്താൻ ഒരുങ്ങി. സോ ചാന്ദിനി ക്ഷമ പറയാൻ ഒരുങ്ങിയതും ഭദ്രയുടെ ശബ്ദത്തോട് ഉയർന്നു. നിർത്ത്, എന്നോടുള്ള താൻ ക്ഷമ പറയണ്ട് രാധമ്മയോടാ. പിന്നെ എൻ്റെ അച്ഛൻ ഡ്രൈവറാണോ കർഷകനാണോ എന്നൊന്നും താൻ അന്വേഷിക്കേണ്ട. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. ഞാൻ ജീവിതത്തിൽ എന്തൊക്കെ ആയിട്ടുണ്ടോ അതിനെല്ലാം പിറകിൽ എൻ്റെ അച്ഛൻ്റെ വിയർപ്പ് തന്നെയാണ്. ആ പറഞ്ഞെല്ലാം തൻ്റെ വിവരമില്ലായ്മയായി കണ്ട് ഞാനും ക്ഷമിച്ചു. പക്ഷേ സ്വന്തം അമ്മയുടെ പ്രായമുള്ള ഇവിടെ നേരെ കയ്യോങ്ങിയത് ഞാൻ ക്ഷമിക്കില്ല. അതുകൊണ്ട് താൻ രാധമ്മയോടെ ക്ഷമ പറയേണ്ടത്. അടികൊണ്ട പോലെ നിന്നുപോയി ചാന്ദിനി. ഇതിലും വലിയൊരു അപമാനം നേരിടാനില്ലാത്ത പോലെ നിന്നുപോയവൾ. എന്ത് ചെയ്യണമെന്ന് പകച്ചുകൊണ്ട് രുദ്രനെ നോക്കിയവൾ. ഏയ് ചാന്ദിനി, ഡു വാട്ട് ഷീ സെഡ്. അവന്റെ ആജ്ഞയും എത്തി. സോറി. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ശരവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. മിസ് ദേവഭദ്ര, ഐ ആം സോറി ഫോർ ഹെർ ബിഹേവിയർ. സത്യനാഥ് വേവലാതിയോടെ പറഞ്ഞു. ഏയ് എന്താണ് സാർ ഇത്? അതൊക്കെ ഞാൻ വിട്ടു. മീറ്റിംഗ് പിന്നെയും തുടർന്നു. എന്നാൽ ഭദ്രയുടെ മനസ്സിലുടനീളം തനിക്ക് വേണ്ടി സംസാരിച്ച രുദ്രന്റെ മുഖമായിരുന്നു. താൻ വിചാരിച്ചത്ര കുഴപ്പക്കാരനൊന്നല്ല ഇയാള്. തന്റെ മനസ്സിൽ ഇന്നോളാരും കടന്നു വരാത്തൊരിടത്ത് രുദ്രൻ കടന്നുകൂടിയത് പാവം ഭദ്ര അറിഞ്ഞില്ല. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി തുടങ്ങിയതും രുദ്രന്റെ ശബ്ദം ഉയർന്നു. എക്സെപ്റ്റ് മിസ് ദേവഭദ്ര, ഓൾ ഓതേഴ്സ് ക്യാൻ ലീവ്. ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ ഒരുങ്ങിയ ഭദ്ര അവിടെ തന്നെ ഇരുന്നു. മാളു ഭദ്രയെ ആക്കി ചിരിച്ചു. പൊടി. ഭദ്ര ചുണ്ടനക്കി. തന്റെ മുന്നിലിരിക്കുന്നവളെ നോക്കി കാണുകയാണ് രുദ്രൻ. കണ്ണ് കറുപ്പിച്ച് എഴുതിയിട്ടുണ്ട്. പുരികങ്ങൾക്ക് നടുവിലായ ഒരു പൊട്ടും. എന്നിട്ടും എന്തൊരഴകാണ് അവൾക്ക്. രുദ്രൻ മനസ്സിലോർത്തു. കുറെ നേരമായി തന്നെ ചൂഴി നോക്കുന്നല്ലാതെ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട ഭദ്ര ചോദിച്ചു. റിപ്പോർട്ട് എപ്പോഴത്തേക്ക് കിട്ടും? എന്ത്? രുദ്രൻ സംശയത്തോടെ ചോദിച്ചു. അല്ല, ഇപ്പൊ കഴിഞ്ഞ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് എപ്പോൾ കിട്ടുമെന്ന് ചോദിച്ചാ. ഓ അങ്ങനെ. ഇന്ന് മൺഡേ അല്ലേ? വരുന്ന സൺഡേ തരാം പോരെ? ഇവളെന്റെ ചങ്ക് തകർക്കും. ഭദ്രയുടെ കൂർത്ത നോട്ടം കണ്ടതും രുദ്രൻ തന്നെ നെഞ്ചു തടവിക്കൊണ്ട് ഓർത്തു. എന്താ കാര്യം? വേഗം പറയണം, എനിക്ക് പോവാനുള്ളതാ. ഒന്നും പറയാതിരിക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് കെറുവോടെ ഭദ്ര പറഞ്ഞു. ആ സ്ഥലം താൻ എനിക്കേ തരാത്തുള്ളൂ, അതോ ആർക്കും കൊടുക്കാൻ ഉദ്ദേശമില്ലേ? ഞാൻ ആർക്കും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരി, എനിക്കത് വേണ്ട. മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ന് വരെ വളച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ശീലമില്ല. കൗസ്തുഭത്തിലെ രുദ്രദേവിന്റെ പാതിയാവാൻ ദേവഭദ്രയ്ക്ക് സമ്മതാണോ? ഭദ്ര പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. ഭദ്രയുടെ മുഖഭാവം മാറി. അവളുടെ മുഖം വലിഞ്ഞു മുറുകി. എന്താ സാറിന്റെ ഉദ്ദേശം? പണവും പ്രതാപം കണ്ട് പിറകെ വരുന്ന പല പെണ്ണുങ്ങളും കാണും. ആ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. സാറിന് യോജിച്ചൊരു ബന്ധമല്ലേ ഇത്? എപ്പോഴാണാവോ എന്നോടൊരു ദിവ്യപ്രേമൊക്കെ പൊട്ടിമുളച്ച് സ്ഥലം കിട്ടാത്തതിന് പകരമായിട്ട് എന്നെ വിലക്ക് വാങ്ങാന്ന് കൗസ്തുഭത്തിലെ രുദ്രദേവ് മനക്കോട്ട കെട്ടണ്ട. അടുത്തതായി എന്തോ പറയാൻ തുടങ്ങിയതും രുദ്രന്റെ ഗർജനോട് ഉയർന്നു. നിർത്തിക്കോ ദേവഭദ്രേ, പൊക്കോ എന്റെ മുന്നിന്ന്. എന്റെ പ്രണയത്തെ പുച്ഛിക്കാനായിട്ടില്ലതാണ്. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഞായറാഴ്ച രാവിലെ മാളുമായിട്ടൊന്ന് ചുറ്റാൻ റെഡിയാവുകയാണ് ഭദ്ര. കൈയൊരു ചുവന്ന സാരിയിലേക്ക് നീണ്ടെങ്കിലും രുദ്രന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അവൾ ആ ഉദ്യമം ഉപേക്ഷിച്ചു. ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന സാരി ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു. മുഖത്ത് മിനിമൽ മേക്കപ്പും ഇട്ട് മുടി വിടർത്തിയ ഒരു ക്ലിപ്പും ഇട്ടു. ചുണ്ടിൽ റെസ്റ്റി റെഡ് ലിപ്സ്റ്റിക്കും ഇട്ടു. വലത് കൈ നിറയെ കരിവളയും ഇടത് കൈയിൽ വാച്ചും കെട്ടി. ഒരു പെർഫ്യൂം അടിച്ച് പേഴ്സും ഫോണും എടുത്ത് മുറിയിൽ നിന്നിറങ്ങിയതും ഒരു വണ്ടിയുടെ ഹോൺ അവൾ കേട്ടു. ഉടനെ അമ്മയുടെ വിടിയും. ഹാളിലേക്ക് ചെന്നും കണ്ടു സോഫയിലിരിക്കുന്ന രണ്ടുപേര്. പെണ്ണുകാണിൽ തന്നെ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ജാട ടീമല്ല. ചെറുക്കൻ്റെ അച്ഛനാണെന്ന് തോന്നുന്നു. ചന്ദ്രനുമായി നല്ല സംസാരത്തിലാണ്. ചെറുക്കൻ്റെ അമ്മ ഭദ്രയെ അടുത്തേക്ക് വിളിച്ചു. നല്ല സുന്ദരിയാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കണ്ടിട്ടില്ലെങ്കിൽ അവൻ പറഞ്ഞ മോളെ പറ്റി ശരിക്കും കേട്ടിട്ടുണ്ട് ഞാൻ. ആര്? ഭദ്ര ഇതെന്താണെന്ന് മട്ടിൽ ചോദിച്ചു. മോളെ പെണ്ണ് കാണാൻ വന്നവൻ, ഞങ്ങളുടെ മകൻ. മോള് പറഞ്ഞാലറിയും, രുദ്രദേവ്. ഞാൻ KR ഗ്രൂപ്പിന്റെ ചെയർമാൻ രാഘവൻ നായർ. ഇതെന്റെ ഭാര്യ രുക്മിണി. രാഘവനാണ് മറുപടി നൽകിയത്. ഭദ്രയൊന്ന് അമ്പരന്നു. എന്തൊക്കെയാ മഹാദേവ ഇവിടെ നടക്കുന്നേ? അപ്പൊ എന്നാ കുറുക്കം പറഞ്ഞ അത്രയും സത്യമായിരുന്നോ? എന്റെ കണ്ണിനെ മോൾക്ക് ഇഷ്ടമല്ലേ? രുക്മിണി ചോദിച്ചു. അതമ്മേ, അത് പിന്നെ പറയുന്നത് തെറ്റാണോന്നറിയില്ല. നിങ്ങളുടെ അത്രയൊന്നും സാമ്പത്തികം ഇവിടെ ഇല്ല. പിന്നീട് അതൊരു കുറച്ചിലായിട്ട് നിങ്ങൾക്ക് തോന്നാനും പാടില്ലല്ലോ. മാത്രമല്ല, എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ സാറിന് കിട്ടും. ഭദ്രയുടെ അമ്മ എന്ന വിളിയിൽ തന്നെ രാഘവന്റെയും രുക്മിണിയുടെയും മനസ്സിറങ്ങി. എന്താ മോളെ ഇത്? നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ജീവിച്ച് കണ്ടാൽ മതി. നിങ്ങളുടെ സ്നേഹവും വിശ്വാസമാണ് നിങ്ങളുടെ ബന്ധത്തിന്റെ വില. അവിടെ പണത്തിനൊരു സ്ഥാനമില്ല. അന്ന് വന്നപ്പോഴുണ്ടായ സംഭവം വീട്ടിൽ ചെന്ന് ഭദ്രയെ മതിയെന്ന് പറഞ്ഞുമില്ല രുക്മിണി ഭദ്രയോട് പറഞ്ഞു. തന്നെ താനായി അംഗീകരിക്കുന്ന ഒരുവനാണ് രുദ്രയെന്ന് ഭദ്ര തീർച്ചപ്പെടുത്തി.
സരസ്വതി എല്ലാവർക്കും ചായയുമായി വന്നു. മോള് മറുപടിയൊന്നും പറഞ്ഞില്ല. രുക്മിണി ചോദിച്ചു. എന്തുകൊണ്ട് നല്ലൊരു ചെറുപ്പക്കാരനായ രുദ്രൻ എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാണാൻ വന്നിരുന്നു. നിന്നെ അവന് മാത്രമായിട്ട് കൊടുത്തേക്കാമെന്ന് ചോദിച്ചു. സ്വർണം പണമൊന്നും വേണ്ട, നിന്നെ മാത്രം മതിയെന്നായി രുദ്രൻ പറഞ്ഞു. അവൻ്റെ കണ്ണിൽ ഞാൻ കണ്ടതാ നിന്നോടുള്ള പ്രണയം. ഇനിയെല്ലാം മോളുടെ ഇഷ്ടം. ചന്ദ്രൻ തന്റെ ഭാഗം വ്യക്തമാക്കി. ഭദ്രയുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവളുടെ മനസ്സ് കുറ്റബോധത്താൽ വിങ്ങി. എന്നിട്ട് ആളെവിടെ? പുറത്തുണ്ട് മോളെ, ഒരു കോളിയാനുണ്ടെന്ന് പറഞ്ഞു. ട്രേയിൽ അവശേഷിച്ച ചായയുമായി അവൾ പുറത്തേക്ക് നടന്നു. അവിടെ അതാ മെറൂൺ ഷർട്ടും അതേ കളർക്കാര വരുന്ന മുണ്ടുമുടുത്ത് കാറിന്റെ ഡോറും തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഫോണും തോണ്ടിയിരിക്കുന്നുണ്ട് കക്ഷി. ഒരു കാലം നിലത്തൂത്തി മറ്റേ കാൽ കാറിലും വെച്ചാണ് ഇരിപ്പ്. കോ ഡ്രൈവിംഗ് സീറ്റിൽ സഞ്ജുവുമുണ്ട്. ഭദ്ര വന്നൊന്നും അറിഞ്ഞിട്ടില്ല. ഭദ്രയും സഞ്ജുവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അവർക്കൊരു പ്രൈവസി നൽകാൻ സഞ്ജു പുറത്തേക്ക് ഇറങ്ങി. അവളൊന്ന് മുരിടനക്കി. അവൻ മൈൻഡ് ചെയ്തില്ല. ആദ്യമായി ഭദ്രയൊന്ന് പതറി, വാക്കുകൾ കിട്ടാത്ത പോലെ. സർ, അവൾ പിന്നെയും വിളിച്ചു. നോ രക്ഷ. അവൻ തിരിഞ്ഞു നോക്കിയില്ല. ദേവേട്ടാ, അവൾ പതറിക്കൊണ്ട് വിളിച്ചു. ഒരു നിമിഷത്തേക്ക് തന്റെ ഹൃദയം നിലച്ച പോലെ തോന്നി രുദ്രന്. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ ചായ ഗ്ലാസ് അവന് നേരെ നീട്ടി. ഒന്നും പറയാതെ അവനത് മേടിച്ചു. ഞാനൊന്നും അറിയാതെ അന്ന് അങ്ങനെയൊക്കെ. എന്തേ കോള് കഴിഞ്ഞിട്ട് അകത്തേക്ക് വരാത്ത? ഭദ്ര ചോദിച്ചു. എന്റെ മണ്ണാണെന്നോ അനുവാദമില്ലാതെ കയറിയിരുന്നൊക്കെ ആരോ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വരാത്തതാണേ. മാനത്തിന്റെ ഭംഗി നോക്കി അവൻ പറഞ്ഞു. കള്ള കുറുക്കൻ, പകരം വീട്ടുവാ. ഭദ്ര മനസ്സാൽ ഞൊടിഞ്ഞു. ഓഹോ, അങ്ങനെയാണോ? എന്നിട്ട് ഒരു കാലന്റെ മണ്ണിൽ തന്നെ അവൾ കുത്തിരിക്കുന്നത്. വീണ്ടും മുറ്റത്ത് കാലുത്തിരുന്നല്ലേ ഞാൻ പറഞ്ഞ്? അവൾ കൈ നേരെ ചൂണ്ടി. ദോ, അവിടെ മുതൽ എന്റെ മണ്ണ, അതുകൊണ്ട് വാക്കേറ്റിച്ച് കഴിഞ്ഞല്ലോ. മാറിൽ കൈ പിണച്ചിട്ട് അവൾ പറഞ്ഞു. ഒരു സോറി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. രുദ്രനെ എങ്ങോട്ട് നോക്കി പറഞ്ഞു. ഞാനും എന്റെ മുഖത്തോക്കി പല വഷളത്തരങ്ങളും പറഞ്ഞിരുന്നല്ലോ. അവളും വിട്ടുകൊടുത്തില്ല. എന്നെ ആണെന്ന പൂർണ്ണ ധൈര്യത്തിലാ ഞാൻ പറഞ്ഞത്. കാറിൽ നിറങ്ങി മുണ്ടും മടക്കി കുത്തി മാറിൽ കൈപ്പിണച്ചേട്ടിന്ന് ഗാംഭീര്യത്തോടെ ഭദ്രയുടെ കണ്ണിൽ നോക്കി രുദ്രനും പറഞ്ഞു. താനൊരു 5 മിനിറ്റ് മാറിയപ്പോഴേക്കും ഇത് എന്ത് സംഭവിച്ചെന്ന മട്ടിൽ സഞ്ജയവരെ നോക്കി. ഇവര് എന്ത് ധൈര്യത്തിലാണോ പിടിച്ച് കെട്ടിക്കുന്നത്? രണ്ടും ഹൈലി ഇൻഫ്ലെയിമബിൾ ഐറ്റമാണ്. സ്വന്തമാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിക്ക് എടുത്തുകൂടെ? ഒരു ചെറു ചിരിയോടെ ഭദ്രയെ ചോദിച്ചു. അപ്പൊ എന്റെയാണോ? അതെ, ദേവഭദ്ര എന്ന രുദ്രദേവിന്റെ ആയിരിക്കും. ഇതിനു മുകളിൽ ഈ വീട്ടിലേക്ക് കയറാൻ ഒരവകാശവും വേണ്ട. കുറച്ച് എരിവുണ്ടാവും, സഹിക്കേണ്ടി വരും. എനിക്കല്ലെങ്കിൽ എരിവ് കുറച്ച് കൂടുതൽ വേണം. രുദ്രന്റെ ചൊടികളും വിടർന്നു. മാറിൽ പിണച്ചു വെച്ചിരിക്കുന്ന രുദ്രന്റെ കൈത്തണ്ടയിൽ ഭദ്ര പിടിച്ചു. വാ, അവളായി അവൻ അകത്തേക്ക് ക്ഷണിച്ചു. ഇനി എന്ത് നടക്കുമെന്ന ആകാംക്ഷയിൽ നിന്ന് സഞ്ജുവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു മടിയും കൂടാതെ ഭദ്രയുടെ പുറകെ വീട്ടിലേക്ക് കയറി. കാലം പോയ പോക്കി. അമ്മ കുഞ്ഞിനെ നഴ്സറി ചേർക്കാൻ കൊണ്ടുപോകും പോലെയല്ലേ ആ വെടക്കാ കൊച്ചിന്റെ കൈയും പിടിച്ച് മിണ്ടാതെ പുറകെ പോയത്. ആ സഞ്ജു ഒന്നും മിണ്ടാതെ ദീർഘമായി നിശ്വസിച്ചും ഫോണിൽ മെസ്സേജിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. എന്തായി? ഫ്രം മാളു. സെറ്റ്. സഞ്ജു തിരിച്ചയച്ചു. ഇല്ല, അത് തന്നെ നമ്മുടെ മാളു. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ലൈൻ വലി കൂടി നടന്നിരുന്നു. ഇനി രുദ്രനും ഭദ്രയും സഞ്ജുവും ആളും സുഖമായിട്ട് ജീവിക്കട്ടെ. അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താം. താങ്ക് യു.